ഹലോ ഗൈസ്, വൺസ് അഗൈൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരുപാടായാലും വീഡിയോ ഇട്ടിട്ട് സമയമായിരുന്നല്ല, കുറച്ച് തിരക്കൊക്കെ ആയിരുന്നു. അപ്പം ഇപ്പോൾ ഓഫ് സീസൺ ആയതുകൊണ്ട് എന്നാൽ പിന്നെ നമ്മുടെ പഴയ ബിഹൈൻഡ് ദ സീൻ തന്നെ, അതായത് പഴയ ഷൂട്ട് തന്നെ ചെയ്താലെന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം ഞാൻ ആക്ച്വലി പറഞ്ഞു വന്നതല്ല, നമ്മളൊരു 3-4 മാസമായിട്ട് ഒരു ഷൂട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോഡലിനെ പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, അപർണ എന്നാണ് ആളുടെ പേര്. ബട്ട് ആളെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന പേര് എന്ന് പറഞ്ഞാൽ അപ്പൂസ് എന്നുള്ള ആ ഒരു ഐഡിയ അല്ലെങ്കിൽ ആ ഒരു പേര് വെച്ചിട്ടാണ് ആളെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത്. അപ്പോൾ ആ ആളുടെ ഷൂട്ടാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം എനിക്ക് നമ്മളൊരു 2-3 മന്തായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഇന്നാണ് അവളും ഫ്രീ ആയത്, ഞങ്ങളും ഫ്രീ ആയത് ഇന്നാണ്. സോ അപ്പം എല്ലാം റെഡിയാക്കി പഠിക്കുക വെച്ചിട്ടുണ്ട്, ക്യാമറ സംഭവം എല്ലാം സെറ്റാക്കി പഠിക്കുക വെച്ചിട്ടുണ്ട്. ഉച്ച കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഷൂട്ട് പ്ലാൻ ചെയ്തത്. കാരണം ഏറെക്കുറെ അറിയാമല്ലോ, നിങ്ങൾ കാണുന്നതാണ്, നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നവർക്കാണ് അറിയാം. ഏറെക്കുറെ ആ ഒരു ലൈറ്റ് എന്ന് പറയുന്നത് ഉച്ചയിൽ ഒരു 3:30-4 ആ ഒരു ടൈം കഴിഞ്ഞ് വരുമ്പോൾ ഉള്ള ആ ഒരു ലൈറ്റാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. സോ അപ്പം അങ്ങനത്തെ ഒരു കോസ്റ്റ്യൂമാണ്, അങ്ങനത്തെ ഒരു ലൊക്കേഷനാണ് എടുത്തിരിക്കുന്നത്. നമുക്കപ്പോൾ ഷൂട്ടിങ്ങിനുണ്ട്. കോസ്റ്റ്യൂം തന്നത് എൻ്റെ ഒരു ഫ്രണ്ടാണ്, ഇവിടെ കിടങ്ങൂരൻ്റെ ഒരു ഫ്രണ്ടാണ്. അപ്പോൾ ആളുടെ ID ഞാൻ മെൻഷൻ ചെയ്തേക്കാം. പിന്നെ അതുപോലെ തന്നെ മേക്കപ്പിൻ്റെ കാര്യത്തിൽ എടുത്ത് പറഞ്ഞത് നമ്മുടെ എല്ലാ ഷൂട്ടും മേക്കപ്പ് ചെയ്യുന്ന ഐശ്വര്യ മേക്കോഴ്സിലെ ലക്ഷ്മിയമ്മയാണ് ഇന്ന് നമ്മുടെ മോഡലിൽ മേക്കപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം വീഡിയോ വരുന്നുണ്ട്. നേരത്തെ പോലെ തന്നെ നമ്മൾ ഷൂട്ടിൻ്റെ കുറേ കാര്യങ്ങൾ, അതായത് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള സംഭവങ്ങളെല്ലാം ഞാൻ വീഡിയോയിൽ എടുക്കുന്നുണ്ട്. സോ എന്താണ്, കൂടുതലൊന്നും പറയാനില്ല, ബാക്കി നമുക്ക് ചെന്നിട്ട് കാണാം. അപ്പോൾ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അവളെ കൂട്ടാൻ വേണ്ടിയിട്ട്. ചെറുതായിട്ടൊന്ന് താമസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ ഒരു ഇച്ചിരി ഓട്ടം പരിപാടിയെല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഡ്രസ്സെല്ലാം കൂടെ മാറി വണ്ടി എടുത്ത് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും ചെറുതായിട്ടൊന്ന് താമസിച്ചു. അപ്പോൾ ഞങ്ങളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുക. വലിയ നാസിക അവിടെ ചെല്ലും, പിന്നെ അവിടുന്ന് നേരെ ചെല്ലുക, അവളെ പിക്ക് ചെയ്തിട്ട് നേരെ കോസ്റ്റ്യൂം ചെയ്യുന്നത് നമ്മുടെ ഫ്രണ്ട് തന്നെയാണ് ആൾ ആക്ച്വലി. അപ്പം അവിടെ ചെന്നിട്ട് ഡ്രസ്സ് ഇടിപ്പിച്ചിട്ട് നമ്മൾ നേരെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. അവൾ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ളിൽ കയറിയേക്കുക. ഞങ്ങളപ്പോൾ ഇങ്ങനെ വെളിയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. അവിടെ ചെന്നിട്ട് എങ്ങനെ ചെയ്യാം എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടല്ല ആലോചിച്ചിട്ട് ഞങ്ങളിങ്ങനെ ഓരോ റെഫറൻസ് കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അപ്പം നിങ്ങൾക്കറിയില്ല, നമ്മുടെ എല്ലാ ഷൂട്ടിനും മേക്കപ്പ് ചെയ്യുന്ന നമ്മുടെ ലക്ഷ്മി അമ്മയുടെ അടുത്താണ്. ലക്ഷ്മി അമ്മയുടെ ഷോപ്പായ ഐശ്വര്യ മേക്കോഴ്സിലാണ് ഞങ്ങളിപ്പം നിൽക്കുന്നത്. അപ്പം ആളോട് മേക്കപ്പ് കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുക. ഞങ്ങളിങ്ങനെ കുറച്ച് സംഭവം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ അപ്പോൾ ലൊക്കേഷനൊക്കെ ഒന്ന് പോയി കണ്ടു. കുഴപ്പമൊന്നുമില്ല. ഞാൻ ഓൾറെഡി ലൊക്കേഷൻ വന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ ഇവിടുന്ന് എനിക്ക് തോന്നണ ഒരു മാക്സിമം കൂടി കഴിഞ്ഞാൽ ഒരു 10 കിലോമീറ്റർ താഴെയുള്ള ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ. പക്ഷേ ഞാൻ ആക്ച്വലി ലൊക്കേഷൻ പോയി നോക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷൂട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് മറ്റേ ഈ കരിമ്പൊക്കെ ഇങ്ങനെ പൂത്ത് നിൽക്കുന്ന ഒരു ടൈപ്പ്, അങ്ങനത്തെ ഒരു സെറ്റപ്പൊക്കെ ഉള്ള ഒരു ഷൂട്ട് കണ്ടിട്ടാണ് ഞാൻ ആക്ച്വലി ലൊക്കേഷനിൽ പോയി നോക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും നല്ല വെയിൽ മാത്രമല്ല, എന്താ പറയുക, ഫുള്ളങ്ങ് പോയായിരുന്നു. എല്ലാം വാടി കരിഞ്ഞു പോയ രീതിക്ക് മൊത്തം അങ്ങ് പോയായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും നല്ല പച്ചപ്പുണ്ട് അവിടെ, നല്ല പച്ചപ്പും അത്യാവശ്യം മരങ്ങളും. അപ്പോൾ ഞങ്ങളിപ്പോൾ ലൊക്കേഷനിൽ പോയി നോക്കിയിട്ട് അത്യാവശ്യം നല്ല വെയിൽ. അപ്പം പിന്നെ കുറച്ച് കരിക്കും ജ്യൂസും അതെല്ലാം കൂടെ ഒക്കെ കുടിക്കാമല്ലോ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് മാറിയതാണ്. ഇനിയിപ്പോൾ വേണം അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി.